ഹലോ ഗായ്സ്, നമ്മൾ ആദ്യം കാർത്തിക വിളക്ക് കുറച്ച് വെള്ളത്തിലിട്ട് നമ്മൾ ഒത്തിരി നേരം കോരാൻ വെച്ചേക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളക്ക് പെട്ടെന്ന് പൊട്ടത്തുമില്ല, എണ്ണ തോനെ പിടിക്കത്തില്ലെന്നും പറഞ്ഞു. അങ്ങനെ അമ്മ പുഴുക്കിനുള്ള ഐറ്റംസുകളെല്ലാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുകയാണ്, വൃത്തിയാക്കി. എന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന ഞാനല്ല, എൻ്റെ മോളാണ് എടുക്കുന്നത്. കുറച്ചൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ എങ്ങനെയൊക്കെയായിരുന്നു? അന്ന് നമുക്ക് പുഴുക്കിന് നമ്മൾ തോനെയൊന്നുമില്ല, മറ്റത്തെ കാച്ചിൽ ചേമ്പ് അല്ല അങ്ങനെ എല്ലാം കൂടി ഇട്ട്, ചേമ്പ് ചേന എല്ലാം കൂടി ഇട്ടാണ് പുഴുക്ക്. ഇന്നിപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ചേമ്പ് മാത്രമേ ഉള്ളൂ, ചേമ്പും മരച്ചീനിയും കൂടെ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ വൃത്തിയാക്കി അമ്മ പുഴുക്കിനുള്ള ഐറ്റങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഴുക്കിനുള്ള എല്ലാം ചിലവർ ഇത് നല്ലതുപോലെ കഴുകി തൊലിയോടെ തന്നെ കഴുകി എടുത്ത് വൃത്തിയാക്കി വെച്ചതിന് ശേഷം അത് പിന്നെ പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ തൊലി എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ അതിൻ്റെ ഉടുപ്പും എല്ലാം വൃത്തിയാക്കിയാണ് നമ്മൾ പുഴുങ്ങാൻ വേവിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും മുളകുടച്ചതോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് കാണിച്ച് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആയിരുന്നു കൂടുതൽ ഫുഡായിട്ട്. അങ്ങനെ വിളക്കൊക്കെ നല്ലതുപോലെ തുടച്ച് നല്ലതുപോലെ വൃത്തിയാക്കി നമുക്ക് എടുക്കണം. മഴ കാരണം ഒരു രക്ഷയില്ല, ഇതൊക്കെ മഴ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇടാനുള്ള തിരിയെല്ലാം കൂടെ ഒരു പാത്രത്തിലെടുത്തിട്ട്, അതായത് നമ്മൾ തട്ടത്തിലെടുത്തിട്ട് എണ്ണ ഒഴിക്കും. ആ സമയം നമുക്ക് ഈ മഴ ആയതുകൊണ്ട് നമുക്കിപ്പം എണ്ണ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ആവും. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കത്തി നിൽക്കാനുള്ള ഒരു ഇത് വരും. പക്ഷേ നമ്മൾ എണ്ണ ഒഴിക്കുന്നിടത്തും ഈ ഇന്നത്തെ ഈ മഴയുടെ ഇതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ, അപ്പടി മഴയെന്ന് വെച്ചാൽ മഴ ഒരു രക്ഷയില്ല. നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എന്നിട്ട് നമ്മൾ വിളക്ക് വെച്ച് ഒരു ചിപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കത്തിക്കും. ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കത്തിക്കുന്ന വിളക്ക് ആദ്യം കത്തിക്കും. എന്നിട്ട് ആ ദീപമാണ് നമ്മൾ പകർന്ന് മറ്റുള്ള വിളക്കിലോട്ട് നമ്മൾ കത്തിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ തന്നെയാണ് വിളക്ക് കത്തിക്കുന്നത്. ഇന്ന് അമ്മയില്ല, അമ്മയ്ക്കൊരു വിളക്കൊന്നും കത്തിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മയില്ല, ഞാനാണ് കത്തിക്കുന്നത്. അപ്പം നല്ലതുപോലെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് കുട്ടികളും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ കത്തിക്കുന്ന സമയത്ത് മഴ ശകലം ഒന്ന് തോർന്ന് നിന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ പെട്ടെന്ന് കത്തിച്ചെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ കത്തിക്കാൻ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് തന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പണ്ടുള്ളവർ ഒക്കെ നല്ല പണ്ടെന്ന് വെച്ചാൽ പണ്ടുമല്ല ഇപ്പോഴും ചെയ്യുന്നുണ്ട്. വാഴയുടെ തണ്ട് വെച്ചിട്ട് കുരുത്തോല. ഇന്നിപ്പോൾ കുരുത്തോലയൊക്കെ കിട്ടാൻ വലിയ പാടാണ്. ഒരുപാട് അന്വേഷിച്ച് കുരുത്തോല എനിക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ മേടിച്ച്. അതുപോലെ മഴയായതുകൊണ്ട് പിന്നെ ഒന്നിനും നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ കുട്ടികളൊക്കെ ഒരു ആഗ്രഹം കണക്ക് നമ്മൾ ചെയ്തതന്നെ ഉള്ളൂ. അപ്പം നമ്മളിതേ വിളക്ക് കത്തിക്കണം, നമ്മൾ ആ വീടിൻ്റെ ഐശ്വര്യം കൊണ്ടുവരുന്നത്. കാരണം ചെളിയും മഴയും ഒക്കെ ഒരുവിധം നമ്മൾ വിളക്കൊക്കെ നല്ലതുപോലെ കത്തിച്ചെന്നാണ് ഒരു വിശ്വാസം. മഴ കാരണം ഒന്നിനും സാധിക്കുന്നുണ്ട്. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. പിന്നെ ഒരുവിധം ക്യാമറ ഞാനല്ലാത്തതുകൊണ്ട് പലർക്കും ക്യാമറ കാണുന്നത്. പിന്നെ ഞാൻ എടുത്തൊരു ഇതായിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ എടുക്കാനും പറ്റുന്ന മഴ ആയതുകൊണ്ട് എന്തോ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ടെൻഡൻസി ആയിപ്പോയി. മഴയെന്ന് വെച്ചാൽ നമ്മളെ പ്രതീക്ഷകളെല്ലാം തരണം ചെയ്തിട്ടുണ്ട്. ഇന്നും ഇപ്പം ഞാൻ ഈ വോയിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെരുമഴയെന്ന് വെച്ചാൽ പെരുമഴ. മഴ ആയതുകൊണ്ട് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഒരു ഇതായിപ്പോയി മഴ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ലെന്ന് തോന്നുന്നു, ഒരുവിധം എല്ലായിടത്തും മഴ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിവിടെയൊക്കെ ഒത്തിരി എന്ന് വെച്ചാൽ മഴ ഇത്ര ഇതില്ല. തീരപ്രദേശങ്ങൾക്ക് മഴ ഭയങ്കര മഴയെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ചെറിയ രീതിയിലായാലും എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം ഞാനെടുത്ത വീഡിയോ ആണ്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന മഴ ആയതുകൊണ്ട് മൊബൈലും കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റത്തില്ല. വെള്ളം കയറിപ്പോയാൽ പിന്നെ അതും പണി കിട്ടും. അങ്ങനെ ഫൈനലി നമ്മളെല്ലാം കത്തിച്ച് നല്ല എല്ലാ ഇതായിട്ട് നമ്മൾ
ഇനിയും കാർത്തികക്കുളക്ക് ഇഷ്ടംപോലെ ബാക്കിയിരുമ്പോൾ നമ്മൾ പകുതി എന്നുള്ള കാൽ ഭാഗമേ നമ്മൾ എടുത്തിട്ട് പിന്നെ ഞാൻ ചെറിയ റീൽസൊക്കെ എടുത്തിട്ട് അല്ല ഒരുമാതിരിയൊക്കെ നിന്ന് റീൽസൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് ആകർഷിക്കും. പിന്നെ നമ്മൾ കിണറ്റിൻ്റെ കരയിൽ കൊണ്ട് വയ്ക്കുമെന്ന് പറയും. കിണറ്റിനും കാർത്തിക വിളക്ക് ഇങ്ങനെ കൊണ്ട് വെക്കണം, കിണറ്റിൻ്റെ അവിടെയും കൊണ്ട് വെക്കണമെന്ന് പറയും. ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇതെല്ലാം കഴിച്ചപ്പോൾ നല്ല വിശപ്പ്, അങ്ങനെ പുഴുക്കൊക്കെ റെഡിയായി. അങ്ങനെ നമ്മൾ പുഴുക്കിനുള്ള മുളക് ഉടയ്ക്കുന്നുണ്ട്. ആദ്യം കുറച്ച് കൊച്ചുള്ളി, കുറച്ച് പുളി, പിന്നെ മൂന്ന് പച്ചമുളക്, കുറച്ച് ഉപ്പ്, പിന്നെന്തിനാണ് വെളിച്ചെണ്ണ എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ കഴിച്ചു. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.